ഹലോ എവരി വൺ. നിങ്ങളിൽ ആർക്കെങ്കിലും ഇമേജ് ജനറേഷൻ, വോയിസ് ജനറേഷൻ, അതല്ലെങ്കിൽ വീഡിയോ ജനറേഷനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചാലോ. ആദ്യം തന്നെ നമുക്ക് ഇമേജ് ജനറേഷൻ നോക്കാം. ഇമേജ് ജനറേഷന് വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ലിയനാർഡോ പോലുള്ള ഒരുപാട് ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് തന്നെയുള്ളൊരു നല്ല ടൂളാണ് പിക്ലൂം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. കാരണം പിക്ലൂമിന് ഒരു കംപ്ലീറ്റ്ലി ഫ്രീ അൺലിമിറ്റഡ് ഇമേജ് ജനറേഷൻ ടൂളാണ്. ഇങ്ങനെയാണ് പിക്ലൂമിൻ്റെ ഹോം പേജ് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലോഞ്ച് ആപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ പേജ് വരുന്നുണ്ട്. ലോഗിൻ പേജിൽ ഒന്നെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡിയോ ഇമെയിൽ ഐ ഡിയിൽ വരുന്ന വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വഴിയും ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ടുള്ള ഒരു UI ആണ് നമുക്ക് വരുന്നത്. അതിനകത്ത് എക്സ്പ്ലോർ, ക്രിയേറ്റ് ആൻഡ് ട്യൂട്ടോറിയൽ അങ്ങനെ 3 മെനൂസ് വരുന്നുണ്ട്. എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പിക്ലൂമൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസ് ആണ് വരുന്നത്. നമുക്ക് റെഫറൻസ് ഇമേജസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇമേജ് ജനറേഷനെ പറ്റിയും പിക്ലൂമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് ട്യൂട്ടോറിയലിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർഫേസാണ് ക്രിയേറ്റിൽ വരുന്നത്. അതിനകത്ത് 4 മോഡൽസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. പിന്നെ ആസ്പെക്ട് റേഷ്യോ എന്താണോ നമ്മുടെ പർപ്പസ്, അതിനനുസരിച്ചുള്ള റേഷ്യോ സെലക്ട് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് 1 to 4 ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ജനറേഷൻ മോഡ്, ക്വാളിറ്റി ആൻഡ് സൈസാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ജനറേറ്റ് ചെയ്ത് വരേണ്ട ഇമേജിൻ്റെ പ്രോംപ്റ്റ് എന്താണോ ജനറേറ്റ് ചെയ്ത് വരേണ്ടത് അത് ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ആ സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ജനറേറ്റ് ചെയ്തൊരു ഇമേജ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇമേജാണ് പിക്ലൂമൻ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. കൂടുതൽ ഡിഫക്ട്സ് ഒന്നും അതിനകത്ത് ഉണ്ടാവാറില്ല. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഡിഫക്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ അപ്സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇമേജിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റീമിക്സ് വരുന്നുണ്ട്. റീമിക്സിൽ സെയിം പ്രോംപ്റ്റ് ടെക്സ്റ്റ് ബോക്സിലേക്ക് കോപ്പി ചെയ്ത് വരുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊടുത്ത് റീജനറേറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റീമിക്സ് ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊരു ചെറിയ മോഡിഫിക്കേഷൻ കൊടുത്തിട്ടൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഔട്ട്പുട്ടായിരിക്കും നെക്സ്റ്റ് ടൈം വരുന്നത്. സോ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇതിനകത്ത് തന്നെ റെസൊല്യൂഷൻ, ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോംപ്റ്റിനകത്ത് കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ് ഓപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് അപ്സ്കെയിലാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫക്ട്സുകളുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് അപ്സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ഇമേജിന് പ്രത്യേകിച്ച് ഡിഫക്റ്റുകളൊന്നും ഇല്ല. ചില ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിംഗേഴ്സിനൊക്കെ ചില ഡിഫക്ട്സുകൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എത്ര മടങ്ങാണ് അപ്സ്കെയിൽ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുക്കും. അപ്സ്കെയിൽ ചെയ്ത ഇമേജ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻ പെയിൻറ്റ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സെയിം ഇമേജ് നമുക്കൊരു പെയിൻറ്റിലേക്ക് കോപ്പി ചെയ്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു മിനിമൽ ഓപ്ഷൻസൊക്കെ അതിനകത്ത് പെൻസിൽ അങ്ങനെയുള്ള മിനിമൽ ഓപ്ഷൻസ് മാത്രമേ പെയിൻറ്റിനകത്ത് വരുന്നുള്ളൂ. അതിനുശേഷം എക്സ്പാൻഡ് ആൻഡ് ഡിലീറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്, അതിൻ്റെ കോൺഫിഗറേഷൻ, മോഡൽ സെലക്ട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഷെയർ ബട്ടൺസും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ അപ്സ്കെയിൽ ചെയ്ത ഇമേജ് ജനറേറ്റ് ആവുന്നതേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയുന്നില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ എക്സ്പ്ലോർ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ റെഫറൻസ് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്, അതിൻ്റെ മോഡൽ സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രോംപ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്ത് ഇൻ കേസ് ഇനി മോഡിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൊടുത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെയുള്ള പ്രോംപ്റ്റുകളൊക്കെ. ഇതാണ് നമ്മൾ മുന്നേ അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഇമേജിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ ആ പഴയ ഇമേജും പുതിയ അപ്സ്കെയിൽ ചെയ്ത ഇമേജും കൂടെ കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുവരെ ജനറേറ്റ് ചെയ്തതെല്ലാം റിയലിസ്റ്റിക് മോഡലിലുള്ള ഇമേജസ് ആയിരുന്നു. ഇനി ആ സെയിം പ്രോംപ്റ്റ് റീമിക്സ് ചെയ്തതിന് ശേഷം അനിമേ മോഡൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു അനിമേഷൻ മോഡലിലുള്ള ഇമേജ് ആയിരിക്കും. ആ ഇമേജിനും സെയിം ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ഡൗൺലോഡ്, റീമിക്സ് അങ്ങനെയുള്ള അപ്സ്കെയിൽ അങ്ങനെയുള്ള സെയിം ഓപ്ഷൻസൊക്കെ സെയിം ഇമേജിനുണ്ടാവും. ഇനി അടുത്തത് വരുന്നത് ലൈൻ ആർട്ട് മോഡലാണ്. സെയിം പ്രോംപ്റ്റ് റീമിക്സ് ചെയ്തതിന് ശേഷം ലൈൻ ആർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ഒരു പെൻസിൽ ഡ്രോയിങ് പോലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് ഇതുപോലെ. അതുപോലെ നമ്മൾ ഇതുവരെ 1 ഇമേജാണ് അറ്റ് എ ടൈം ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പക്ഷേ 1 to 4 ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ വേറൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. 4 ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്.
റിയലിസ്റ്റിക് മോഡൽ ജനറേറ്റ് ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനകത്ത് 4 ഇമേജ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു ഫീച്ചർ വന്നിരിക്കുന്നതുകൊണ്ട് ഏതാണോ നമുക്കൊരു ബെറ്റർ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് ആ ബെറ്റർ ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വരും. ഇതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ആയിരുന്നു. 4 ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ബെസ്റ്റ് അത് ചൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇമേജിൻ്റെ റേഷ്യോ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബ് ഷോർട്ട് വീഡിയോസിനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്താണ് നമ്മുടെ റേഷ്യോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോയിലുള്ള ഔട്ട്പുട്ടായിരിക്കും ഇമേജ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടുന്നത്. ആ ജനറേറ്റ് ചെയ്ത് കിട്ടിയ ഇമേജ് തന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് ഈ ഒരു ഇമേജ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഇത്ര എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ എക്സ്പാൻഡ് ചെയ്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്രയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ആദ്യം ജനറേറ്റ് ചെയ്ത ഇമേജിൻ്റെ അകത്ത് താഴത്തെ പോർഷൻ ഉണ്ടായിരുന്നില്ല. എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അത്രയും കൂടി ഇമേജ് ഫില്ല് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ബേസിക് ഇമേജ് ജനറേഷൻ പിക്ലൂമിന് യൂസ് ചെയ്തിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. ഇനി കൂടുതൽ ക്ലിയർ ആയിട്ട് പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കാൻ, വോയിസ് ജനറേഷൻ ടൂൾസ് ആൻഡ് വീഡിയോ ജനറേഷൻ ടൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി വരും വീഡിയോസിൽ കാണാം. താങ്ക് യു.